സങ്കീർത്തനം 103 അതിൻ്റെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്യുന്ന വലുതും ചെറിയതുമായ ഒരു കാര്യങ്ങൾ പോലും നമ്മൾ മറക്കാൻ പാടില്ല. ദൈവം ഇത് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം ജോർദാൻ കടന്നു വന്ന സമയത്ത് കർത്താവ് യോശുവയോട് പറയുകയാണ്, 12 കല്ലുകൾ യോർദാൻ നദിയിൽ അടുക്കി വെക്കണമെന്ന് ദൈവം പറയുക. അതെന്തിനു വേണ്ടിയാണ്? വരും തലമുറകൾ ദൈവം ചെയ്ത, തൻ്റെ ജനത്തിനു വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചെറിയതും വലുതുമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോരോ അനുഭവങ്ങൾ ഓരോ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദൈവം ചെയ്തായ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യത്തോടൊപ്പം ഇത് കേൾക്കുന്നവരുടെ ഉള്ളിൽ വിശ്വാസം വ്യാപരിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നാം മറന്നാലും ദൈവം മറക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കും. ഞാനൊരു പ്രത്യേക സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആയൂരിലുള്ള കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ ഞാൻ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ടേപ്പ് റെക്കോർഡിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു, പാട്ട് കേൾക്കാൻ. ആ കാലഘട്ടത്തിലൊക്കെ ടേപ്പ് റെക്കോർഡുകൾ സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ടേപ്പ് റെക്കോർഡ് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അന്നൊക്കെ മലയാള മനോരമ പത്രത്തിൽ ടേപ്പ് റെക്കോർഡിൻ്റെ റേഡിയോയുടെയൊക്കെ പരസ്യം വരുന്നൊരു കാലഘട്ടമായിരുന്നു. 1993, 94 ആ കാലഘട്ടത്തിലെ സംഭവം ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മലയാള മനോരമ പത്രത്തിൽ നിന്നും BPLൻ്റെ ഒരു 2 കാസറ്റ് ഇടുന്ന ഒരു ടേപ്പ് റെക്കോർഡിൻ്റെ പടം, അതിൻ്റെ ചിത്രം ഞാൻ വെട്ടിയെടുത്ത് എൻ്റെ ഡയറിക്കകത്ത് ഞാൻ വെക്കുകയും അത് ദിവസം അതിനുവേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഏകദേശം 7000 രൂപ വരെയുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഏകദേശം ഒരു 4-5 ദിവസം ഞാൻ ഈ ടേപ്പ് റെക്കോർഡിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു അവിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു. ഈ 7000 രൂപ വിലയുള്ള ടേപ്പ് എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? കാരണം അന്ന് എൻ്റെ കയ്യിൽ 70 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഈ 7000 രൂപ വിലയുള്ള ടേപ്പ് എങ്ങനെ ലഭിക്കാനാണ് എന്നൊരു അവിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ ആ BPLലെ വലിയ ടേപ്പിൻ്റെ പ്രാർത്ഥന, ആ ചിത്രം മാറ്റിക്കളഞ്ഞിട്ട് ഒരു ചെറിയ വാക്ക്മാന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഏറെ നാളുകൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ബാഗിനകത്ത് ഞാൻ 2 കാസറ്റും 2 ബാറ്ററിയും സൂക്ഷിക്കുമായിരുന്നു. കാരണം ദൈവം എപ്പോൾ എനിക്ക് ടേപ്പ് വാക്ക്മാൻ തന്നാലും അതപ്പോൾ തന്നെ കാസറ്റ് ഇട്ട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങനെ 2 കാസറ്റും 2 ബാറ്ററിയും എൻ്റെ ബാഗിനകത്ത് എപ്പോഴും സൂക്ഷിച്ചത്. 2ാം വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ 2 മാസം താമസിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ പല ഭവനങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഒരു ബാബു എന്നു പേരുള്ള ഒരു മേസ്രിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ ഈ ബാബുവിൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചെറിയ കൂട്ടായ്മ നടത്തുന്ന അനുഭവം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഈ ബാബു മേശയുടെ ഡ്രോ തുറന്ന് ഏതോ ഒരു കാര്യം അന്വേഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അടുത്തിരിക്കുകയാണ്. അദ്ദേഹം എന്തോ അന്വേഷിക്കുകയാണ്. മേശയ്ക്കുള്ളിലെ ആ ഡ്രോ സാധനങ്ങളും പുറത്തിട്ട് ഏതോ കാര്യം അന്വേഷിക്കുക. അങ്ങനെ പുറത്തിട്ട സാധനങ്ങളുടെ കൂടെ ഒരു വാക്ക്മാൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മലയാള മനോരമ പത്രത്തിൽ നിന്നും വെട്ടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന അതേ വലിപ്പമുള്ള, അതേ സ്വിച്ച് ഉള്ള ഒരു ചെറിയ വാക്ക്മാൻ. ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു താല്പര്യം തോന്നി. കാരണം ഇത്രയും നാളും ചിത്രം വെട്ടിവെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു വാക്ക്മാൻ കൈവച്ച് തന്നെ പ്രാർത്ഥിക്കാൻ, ഒരു പുതിയത് കർത്താവെ തരണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അത് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബാബു ബ്രദറെ, ഇത് എന്ത് സംഭവിച്ചതാണ്? എനിക്ക് നന്നേക്കാമെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, പക്ഷേ ഇത് നിലമ്പൂരിലുള്ള എല്ലാ റേഡിയോ കടകളിലും ഞാനിത് കൊണ്ട് കൊടുത്തു.
അവരെല്ലാവരും പറഞ്ഞു ഇതിൻ്റെ IC കിട്ടത്തില്ല, ഈ IC പോയതാണ്, അതുകൊണ്ട് ഇത് പ്രയോജനമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നേക്കോ, ഞാനിങ്ങനെ ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ചിത്രം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇതെനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വില തരാം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു വിലയും തരണ്ട, ഇത് കൊണ്ടുപോകൂ, പാസ്റ്റർ കൊണ്ടുപോകണം. അങ്ങനെ അന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. കാരണം കേടായ സാധനമാണെങ്കിലും ഒരെണ്ണം ദൈവം തന്നല്ലോ. അപ്പം ഞാൻ ബാഗ് തുറന്ന് ആ കാസറ്റ് അതിനകത്തിട്ടു. ബാറ്ററിയും എൻ്റെ ബാഗിനകത്ത് ഞാൻ സൂക്ഷിച്ചിരുന്നു. ഈ ബാറ്ററി ഇട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അതൊന്ന് ഓൺ ചെയ്തു. അപ്പോൾ എന്തോ ഒരു ചെറിയ അനക്കമുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. ഞാൻ അല്പം ഇലക്ട്രിക്കൽ പണിയൊക്കെ പഠിച്ച ആളാണ്. ഞാൻ ഇവിടെ നിന്നൊരു ആണി വലിച്ചു കൂരിയിട്ട് എന്താ പ്രശ്നം, എന്തെങ്കിലും വയർ വിട്ട് കിടക്കുകയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അതൊന്ന് അഴിച്ചൊന്ന് പരിശോധിച്ചു. അങ്ങനെ ഓരോ വയറുകൾ നോക്കി ചെന്നപ്പോൾ ഈ പ്ലേ പൊസിഷനിലും റെക്കോർഡിംഗ് പൊസിഷനിലേക്കുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് റെക്കോർഡിംഗ് പൊസിഷനിൽ വന്നിട്ട് തുരുമ്പെടുത്ത് അവിടെ ജാമായിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു, എന്താ അങ്ങനെ റെക്കോർഡിംഗ് പൊസിഷൻ ഇരിക്കുന്നത്, പ്ലേ പൊസിഷനിലേക്ക് വരേണ്ടതാണല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല? ഞാൻ അന്ന് താമസിച്ച വീട്ടിൽ കറണ്ടില്ലായിരുന്നു, മണ്ണെണ്ണ വിളക്കാണ് ഉള്ളത്. ഞാൻ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഈ ടേപ്പ് റെക്കോർഡർ അഴിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു തുള്ളി മണ്ണെണ്ണ എടുത്ത് ഈ റെക്കോർഡിംഗ് പ്ലേ സ്വിച്ചിൻ്റെ ആ ഒരു നോബിൻ്റെ തുരുമ്പെടുത്തിരിക്കുന്ന ഭാഗത്തോട്ട് അല്പം മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആണി ഉപയോഗിച്ച് അതിൻ്റെ നോബിൻ്റെ പൊസിഷൻ പ്ലേ പൊസിഷനിലേക്കാക്കി. ഉടനെ അത്ഭുതകരം എന്ന് പറയട്ടെ, ആ ടേപ്പ് പാടാൻ തുടങ്ങി. കാസറ്റ് കറങ്ങി അത് പാടാൻ തുടങ്ങി, നല്ല ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് അതിൻ്റെ എല്ലാം ബാറ്ററി എല്ലാം വലിച്ചൊരു, കാരണം രാത്രി 11 മണിയായി, ആൾക്കാരെല്ലാം ചാടി എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാൻ ഏകദേശം 3 വർഷം ഞാൻ ആ ചെറിയ വാക്ക്മാൻ ഉപയോഗിച്ചു. അതിനുശേഷമായിട്ട് 2001 എൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷമായിട്ട് നമ്മുടെ ഒരു ചടങ്ങുണ്ടല്ലോ, ഈ അടുക്കള കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, അതിനുവേണ്ടി വൈഫിൻ്റെ ബന്ധുക്കളൊക്കെ വന്ന സമയത്ത് പല സാധനങ്ങൾ അവർ കൊണ്ടുവന്നു. അതിനകത്ത് വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. അവർ പോയതിനു ശേഷമായിട്ട് ഞങ്ങൾ ഈ ബോക്സ് അടിച്ചു നോക്കിയപ്പോൾ ഒരു BPLൻ്റെ ഒരു വലിയ ടേപ്പ് ഇരിക്കുക. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഓർത്തു. ബൈബിൾ കോളേജിൽ 4-5 ദിവസം ഞാൻ വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിച്ച അതേ സാധനം തന്നെ, 7000 രൂപ വിലയുള്ള അതേ BPLൻ്റെ ടേപ്പ് തന്നെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് വൈഫിനോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് 3-4 ദിവസം ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച കാര്യമൊക്കെയും അവിശ്വാസം വന്ന നിമിത്തമായിട്ട് ഞാനത് മാറ്റി ചെറിയ വാക്കുവിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യമൊക്കെ ഞാനും പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിൽ ദൈവം വഴിയൊരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിശ്വാസ നിമിത്തമായിട്ട് വലിയ ടേപ്പിൻ്റെ പ്രാർത്ഥന വിഷയം മാറ്റി ചെറുതാക്കി. എന്നാൽ ദൈവം അത് മറന്നില്ല. കർത്താവ് തക്ക സമയത്ത് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ BPLൻ്റെ 7000 രൂപ വിലയുള്ള 2 കാസറ്റ് ഇടുന്നത്, ആ ഒരു ടേപ്പ് റെക്കോർഡർ എൻ്റെ കയ്യിലേക്ക് കർത്താവ് കൊണ്ടുതരിക. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രാർത്ഥിച്ചത് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാണോ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ചതാണോ, നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ ദൈവം വിശ്വസം തന്നെയാണ്. സർവശക്തനായ ദൈവം വിശ്വസം തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മീയ വർധനവിന് കാരണമാകുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നൊരു പാർപ്പിടമുണ്ട്. ആ പാർപ്പിടത്തിൽ പോകുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനുസരിച്ചുകൊണ്ട് നമുക്കതിൽ പോകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ബൈബിൾ പ്രവചനങ്ങളും ലോക സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തുടർന്നുള്ള നാളുകൾ കർത്താവിൻ്റെ കാഹളത്തിനു വേണ്ടി ഒരുക്കത്തിൻ്റെ നാളുകളാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൽ നിന്നിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നാളെയും ഇതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ കൃത്യമായി കേൾക്കണമേ, ഇത് ഷെയർ ചെയ്യണമേ. ഗോഡ് ബ്ലെസ് യു.